ഹായ്, ഇപ്പൊ ഞാനുള്ള തമിഴ്നാട് കോയമ്പത്തൂർ BSD കോളേജിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ നമുക്ക് സ്റ്റുഡൻസിന്റെ കുറച്ച് റിവ്യൂ എടുക്കാനാണ്. എന്താണ്ടോ പേര്? അഭിജ്ഞ. രഹന. അപ്പം നിങ്ങൾ എങ്ങനെയാ ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തത്? ഞങ്ങള് യൂട്യൂബില് കണ്ടിട്ട് പിന്നെ സൈറ്റ് ത്രൂ അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോ അങ്ങനെ രണ്ടാളും. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അല്ല, ഞങ്ങൾ ഇവിടെ വന്ന് ഫ്രണ്ട്സ് ആയതാണ്. ഓക്കെ, നിങ്ങളുടെ നാട് എവിടെയാ? ഞാൻ പാലക്കാട്. രണ്ടുപേരും പാലക്കാടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്? ഹോസ്റ്റലിലാ. ഓക്കെ, ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റല് കുഴപ്പമില്ല, നല്ലൊക്കെയാ. ഫുഡും കാര്യങ്ങളും എല്ലാം നല്ലതാ. ഇപ്പൊ കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് അധികം ട്രാവൽ ടൈം വരുന്നില്ലല്ലോ, കോയമ്പത്തൂർ ടു പാലക്കാട്? ഇല്ല, ഞങ്ങൾക്ക് 3 hours അത്രയൊക്കെ ഉള്ളൂ. 3 hours ഉണ്ടല്ലേ ഇവിടെ കോളേജിൽ നിന്ന്? കോളേജിൽ നിന്ന് ഗാന്ധിപുരം വരെയും 1 hour ഉണ്ടല്ലോ, അങ്ങനെ. ഓക്കെ. പിന്നെ ഓവറോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇപ്പൊ വന്ന് കയറി നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്, അപ്പോ ആ ഒരു ഇതെങ്ങനെയാണ്? അന്ന് കയറിയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നോ ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഫുഡ്, ഹോസ്റ്റല്, ഫ്രണ്ട്സ്, ഇതിനെ കുറിച്ചൊക്കെ? ഫസ്റ്റ് ടൈമിൽ നല്ല പേടി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ചായപ്പോത്തിനും സെറ്റായി എല്ലായിട്ട്. ഇപ്പൊ ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? നിങ്ങൾക്ക് ഇവിടെ തമിഴ്നാട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടെന്ന്? ഞങ്ങൾക്ക് പൊങ്കലൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെയല്ല, ഓണം എല്ലാം ഗ്രാൻഡ് ആണ്. പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഫാക്കൽറ്റീസ് നമ്മുടെ കോർഡിനേറ്റർ എല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. പ്രിൻസിപ്പാള് അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ വൈബാണല്ലേ പ്രിൻസിപ്പൽ? ഇവിടെ ഏത് കോഴ്സാണ് ചൂസ് ചെയ്തേക്കുന്നത്? ഞങ്ങള് BSc റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം അതിന് ലാബില്ലേ? ലാബൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായോ? ലാബ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും തോന്നണേ. ഇവിടെ പ്ലേസ്മെന്റിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഇന്റേൺഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് തരുന്നില്ലേ? ഇന്റേൺഷിപ്പ് തരും. ഇവിടുത്തെ ഓൺ ഹോസ്പിറ്റലിലല്ലേ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരുന്നത്? GH ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആണല്ലേ തരുന്നത്. ഇവിടുത്തെ പ്ലേസ്മെന്റ് ഒക്കെ എങ്ങനെയാണടാ? ഇപ്പൊ സീനിയേഴ്സ് ഒക്കെ എന്തായാലും പാസ് ഔട്ട് ആവാറ് ആ ഒരു ടൈം ആണല്ലോ. പ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ റേഡിയോളജി കോഴ്സാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും ലാബും കാര്യങ്ങളും ഒക്കെയാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തേക്കണെന്നാണ് പറഞ്ഞത്. ഫാക്കൽറ്റി സപ്പോർട്ടും ഇവർക്ക് അത്രയേറെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കും ഈ കോളേജിലെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലും കോളേജിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലും ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.